ലോകം കണ്ട ഏറ്റവും പ്രശസ്തമായ ഫോട്ടോകളിൽ ഒന്നാണ് അഫ്ഗാൻ ഗേൾ. പച്ച നിറമുള്ള കണ്ണുമായി ഒരു പെൺകുട്ടിയുടെ ആ നോട്ടം. 1984 പാകിസ്ഥാനിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് ഈ ഫോട്ടോ പിറന്നത്. അമേരിക്കൻ ഫോട്ടോഗ്രാഫർ സ്റ്റീവ് മക്കറി അന്നവിടെ അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ട അഭയാർത്ഥികളെ ഫോട്ടോ എടുക്കാൻ എത്തിയിരുന്നു. അന്ന് അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യുദ്ധം നടക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പാകിസ്ഥാനിലേക്ക് അഭയം തേടിയെത്തി. അവിടെ വെച്ചാണ് 12 വയസ്സുകാരി പെൺകുട്ടിയുടെ കണ്ണുകൾ സ്റ്റീവ് മക്കറിയെ ആകർഷിച്ചത്. അവളുടെ മുഖത്ത് യുദ്ധത്തിൻ്റെ വേദനയും ഭയവും മാത്രം. 1985 ജൂൺ മാസത്തിലെ നാഷണൽ ജിയോഗ്രഫിക് മാസികയുടെ കവർ പേജിൽ ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. ലോകമെമ്പാടും ആ ചിത്രം മനുഷ്യവേദനയുടെ പ്രതീകമായി മാറി. അവളുടെ കണ്ണുകളെ ദ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഐസ് ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ ആ സമയത്ത് മക്കറി അവളുടെ പേര് പോലും ചോദിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ആ പെൺകുട്ടിയുടെ അടയാളം രഹസ്യമായിരുന്നു. പിന്നീട് ഈ ചിത്രം അഫ്ഗാൻ ഗേൾ എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങി. വർഷം 2002. സ്റ്റീവ് മക്കറി ഒരു നാഷണൽ ജിയോഗ്രഫിക് സംഘത്തോടൊപ്പം അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചുപോയി. അവർ പഴയ ഫോട്ടോ കയ്യിലെടുത്ത് ക്യാമ്പുകളും ഗ്രാമങ്ങളും സന്ദർശിച്ചു. ഒടുവിൽ ടോറ ബോറ പർവ്വതങ്ങളോട് ചേർന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അവർ അവളെ കണ്ടെത്തി. DNA ടെസ്റ്റും മുഖം തിരിച്ചറിയുന്ന ടെക്നോളജി ഉപയോഗിച്ച് അവർ അവളെ ഉറപ്പാക്കി. പേര് ഷർബത്ത് ഗുല. അന്ന് 1984 മക്കറി ഫോട്ടോ എടുത്തപ്പോൾ അവൾക്ക് 12 വയസ്സ് മാത്രം. യുദ്ധത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. പിന്നീട് ഒരു അഫ്ഗാൻ പുരുഷനെ വിവാഹം ചെയ്തു 4 മക്കളുമായി ജീവിക്കുന്നു. എന്നാൽ അപ്പോഴും അവൾ ഈ ഫോട്ടോയെക്കുറിച്ച് അറിഞ്ഞതേയില്ല. തൻ്റെ ഫോട്ടോ മാഗസീനിൽ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ ഓർമ്മയുണ്ട്, പക്ഷേ അന്ന് എനിക്ക് ക്യാമറ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് എൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ഭയന്നു. 2016 ഷർബത്ത് പാകിസ്ഥാനിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവളെ പിന്നീട് അഫ്ഗാനിസ്ഥാൻ സർക്കാരാണ് ഏറ്റുവാങ്ങിയത്. പ്രസിഡന്റ് അഷ്റഫ് ഘാനി വ്യക്തിപരമായി സഹായം നൽകി കാബൂളിൽ വീട് നൽകി. എന്നാൽ 2021 താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ ഷർബത്ത് ഗുലയെ ഇറ്റലിയിൽ അഭയം നൽകപ്പെട്ടു. ഇപ്പോൾ ഷർബത്ത് ഗുലയും കുടുംബവും ഇറ്റലിയിലെ റോമിൽ താമസിക്കുന്നു. അവിടെ ഇറ്റാലിയൻ സർക്കാരിൻ്റെ സംരക്ഷണത്തിലാണ് അവളുടെ കുടുംബം. അഫ്ഗാൻ ഗേൾ എന്ന ഫോട്ടോ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെയും അഭയാർത്ഥി സംരക്ഷണത്തിൻ്റെയും പ്രതീകമായി മാറി. യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഏജൻസി ആ ചിത്രം ലോകമെമ്പാടും പ്രചാരണത്തിനായി ഉപയോഗിച്ചു. ഷർബത്ത് ഗുലയുടെ ജീവിതം വെറും ഒരു ഫോട്ടോയുടെ പെൺകുട്ടിയുടെ കഥയല്ല. അത് യുദ്ധം, ഭയം, പ്രതീക്ഷ, അതിജീവനം എന്നിവയുടെ പ്രതീകമാണ്. ലോകം ഇന്നും ആ പച്ചക്കണ്ണുകളെ ഓർക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ദേശത്തിൻ്റെ വേദനയും സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥയുമാണ്.